ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ അടിപൊളി കുക്കീസാണ് കേട്ടോ. ചോക്ലേറ്റ് കുക്കീസാണ്. അതിന് വേണ്ടി ഇവിടെ 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ നമ്മുടെ കുക്കീസ് കിഡുമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഈ 50 ഗ്രാം ബട്ടർ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അതായത് 1/2 കപ്പ് പഞ്ചസാര. നിങ്ങളത് ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ 1/4 കപ്പ് ബ്രൗൺ ഷുഗറും 1/4 കപ്പ് നമ്മുടെ സാധാരണ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ബ്രൗൺ ഷുഗർ എന്താണ് നാക്കിന്ന് സ്ലിപ്പായി പോയതാണ് കേട്ടോ. ബ്രൗൺ ഷുഗർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പ് നമ്മുടെ സാധാരണ പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കിതിൽ കുറച്ചും കൂടെ ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ അര ടീസ്പൂൺ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് മൈദയും കൂടെ ഇട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒന്ന് പോസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൂണൊക്കെ വെച്ച് അങ്ങ് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ആ സ്പൂൺ ഞാനങ്ങ് മാറ്റി വെച്ചു, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് കൈ വെച്ച് തന്നെ നല്ല സോഫ്റ്റ് ഡോ ആയി കുഴച്ചെടുത്തു. ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് കറക്റ്റായി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ഡോ കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡാർക്ക് കോമൺ ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത്രയും വലിയ വലിയ ബോൾസ് ഞാൻ പിടിച്ചെടുത്തു. പക്ഷേ പിന്നെ ഞാനത് മാറ്റിയിട്ട് ചെറിയ ബോൾസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും ചെറിയ പാനിലേക്ക് ഇത്രയും വലിയ ബോൾസ് വെക്കുമ്പോൾ അതിങ്ങനെ പരന്ന് വരുമ്പോൾ എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദോശക്കല്ലിൻ്റെ മേലേക്കാണ് നമ്മുടെ ഈ പാൻ വെച്ചിട്ട് അതിലൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 20 മിനിറ്റോളമാണ് എനിക്ക് സമയം എടുത്തിരിക്കുന്നത്, ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ആൾക്കാരുടെ തീക്കനുസരിച്ച് മാറ്റം വരും കേട്ടോ. പിന്നെ ഇതെന്താ ഈ ചോക്ലേറ്റിൻ്റെ കളർ എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ, ചോക്ലേറ്റ് അല്ല, ബിസ്ക്കറ്റിൻ്റെ കളർ എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഞാൻ അതിൽ നമ്മുടെ കൊക്കോ പൗഡർ ആഡ് ചെയ്തതാണ്. കൊക്കോ പൗഡർ ആഡ് ചെയ്തില്ലെങ്കിൽ ഇത് വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും